നമസ്കാരം. നിളയോര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. നല്ല വിദ്യാർത്ഥിയുടെ ലക്ഷണം ഉത്തരമെഴുതുക മാത്രമല്ല, നല്ല ചോദ്യം ചോദിക്കുക എന്നതാണെന്നും അറിവിന്റെ വളർച്ചയും സമൂഹത്തിന്റെ വളർച്ചയും ഉത്തരങ്ങളിൽ നിന്നല്ല, ഉത്തരങ്ങളിലേക്ക് നയിച്ച ചോദ്യങ്ങളിൽ നിന്നാണെന്നും മന്ത്രി എം പി രാജേഷ് പറഞ്ഞു. സംസ്ഥാനത്തെ നിയമസഭാ മണ്ഡലങ്ങളെ വിദ്യാർത്ഥി സമൂഹവുമായി കൂടുതൽ അടുപ്പിക്കുന്നതിനായി ആവിഷ്കരിച്ച സ്റ്റുഡന്റ് സഭ നാഗലശ്ശേരി പഞ്ചായത്തിലെ അഷ്ടാംഗം ആയുർവേദ കോളേജിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നല്ല ഗ്രൗണ്ടുണ്ട്, അതിന് പണി നമ്മൾ പൂർത്തിയാക്കിയിട്ടുണ്ട്. ഇപ്പോൾ പിന്നെ അവിടെ മറ്റ് അനുബന്ധമായ സൗകര്യങ്ങൾക്കുള്ള പൈസയും വെച്ചിട്ടുണ്ട്. മെയിൻ്റനൻസ് പ്രധാനമാണ്. അതിന് മെയിൻ്റനൻസ് നടത്തണമെങ്കിലും മെയിൻ്റനൻസും നമ്മൾ സർക്കാർ സൗകര്യം ഉണ്ടാക്കി തന്നു, 8 കോടി മറ്റു ചിലവാക്കിയിട്ട് ഉണ്ടാക്കി തന്നു. എന്നാൽ അതിനാവശ്യമായിട്ടുള്ള മറ്റ് മെയിൻ്റനൻസിനുള്ള പൈസ നമ്മൾ കണ്ടെത്തണം. ഞാൻ തന്നെ അവിടെ പഞ്ചായത്തും സ്കൂളൊക്കെ ആയിട്ട് ഒരു മീറ്റിംഗ് ചേർന്നിരുന്നു. എന്നിട്ടൊരു നിർദ്ദേശം വെച്ചിട്ടുണ്ടായിരുന്നു, രാവിലെ നടക്കാൻ ആളുകൾക്ക് അനുമതി കൊടുക്കുക, ഒരു ചെറിയ ഫീസ് ആൾക്കാർക്ക് ഈടാക്കാം, കാരണം സുഖമായിട്ട് നടത്താം. ആ ഫീസ് ഒരു അക്കൗണ്ടിലേക്ക് പോയാൽ അതുപയോഗിച്ച് സമയാസമയങ്ങളിൽ നമുക്ക് മെയിൻ്റനൻസ് നടത്താം. മണ്ഡലത്തിൽ അനധികൃതമായി നടന്നുകൊണ്ടിരുന്ന എല്ലാ മണ്ണെടുപ്പും ലൈസൻസിന് വിരുദ്ധമായവയും നിർത്തിവെച്ചു. ജില്ലാ കളക്ടറുടെ നിർദ്ദേശിച്ചതനുസരിച്ച് ജിയോളജിസ്റ്റ് മണ്ണെടുപ്പ് നടന്ന സ്ഥലങ്ങൾ പരിശോധിച്ച് നിയമവിരുദ്ധമായവ നിർത്തിവെക്കാൻ നിർദ്ദേശിച്ചു. കളിസ്ഥലമില്ലാത്ത സ്കൂളുകൾക്ക് സ്വന്തമായി സ്ഥലമുണ്ടെങ്കിൽ ഗ്രൗണ്ട് നിർമ്മിക്കാനുള്ള സഹായം സർക്കാർ നൽകും. ഒരു പഞ്ചായത്തിന് ഒരു കളിസ്ഥലം പദ്ധതിയിലൂടെ 1 കോടി ചെലവിൽ മണ്ഡലത്തിലെ പട്ടിത്തറ കരുണപ്പറ സ്റ്റേഡിയം നവീകരണം നടന്നുകൊണ്ടിരിക്കുന്നു. തൃത്താല PHC നവീകരിക്കുന്നതിനായി 12.5 കോടി രൂപ ബജറ്റിൽ അനുവദിച്ചിട്ടുണ്ട്. അതിന്റെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ്. മണ്ഡലത്തിലെ സാംസ്കാരിക പാരമ്പര്യം ഉൾക്കൊണ്ടുകൊണ്ട് സാംസ്കാരിക ഉത്സവങ്ങൾ നടത്തുന്നതിനുള്ള പൊതുവേദി തൃത്താലയിൽ ആരംഭിക്കും. ലഹരിക്കെതിരെ ശക്തമായ പ്രതിരോധ നടപടികൾ ആവശ്യമാണ്. എക്സൈസ് വകുപ്പ് കർശന നടപടികൾ സ്വീകരിക്കുന്നതിലൂടെ റെയ്ഡുകളുടെ എണ്ണം വർദ്ധിച്ചു. പ്രതികളുടെ എണ്ണം കൂടി. പിടിച്ചെടുക്കുന്ന ലഹരി വസ്തുക്കളുടെ അളവിലും വർധനമുണ്ടായി. ഒരിക്കൽ ലഹരി എന്ന കെണിയിൽ ഉൾപ്പെട്ടു പോയാൽ തിരികെ കയറുകയെന്നത് എളുപ്പമല്ലെന്ന ബോധ്യവും ബോധവൽക്കരണവും വിദ്യാർത്ഥികൾക്കിടയിൽ വേണം. മുഖ്യമന്ത്രി ചെയർമാനായ കമ്മിറ്റി ത്രിതല പഞ്ചായത്തുകളിൽ പ്രവർത്തിക്കുന്നുണ്ട്. അധ്യാപകരും സ്കൂളുകളിൽ പ്രത്യേകം നിരീക്ഷിച്ച് പരിശോധനകൾ നടത്തണമെന്നും വിദ്യാർത്ഥികളുടെ വിവിധ ചോദ്യങ്ങൾക്ക് ഉത്തരമായി മന്ത്രി പറഞ്ഞു. തൃത്താല മണ്ഡലത്തിലെ ഹൈസ്കൂൾ മുതൽ ഉന്നത വിദ്യാഭ്യാസം വരെയുള്ള 44 വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്നും 3 വീതം വിദ്യാർത്ഥി പ്രതിനിധികൾ സ്റ്റുഡന്റ് സഭയിൽ പങ്കെടുത്തു. മണ്ഡലത്തിന്റെ വികസനവുമായി ബന്ധപ്പെട്ട പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നതും നടപ്പാക്കുന്നതും എങ്ങനെയാണെന്ന് വിദ്യാർത്ഥികളിൽ അവബോധം നൽകുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം. മണ്ഡലത്തിലെ വികസനവുമായി ബന്ധപ്പെട്ട 10 പ്രധാന മേഖലകളെക്കുറിച്ചും വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ട വിവിധ വിഷയങ്ങൾ അടിസ്ഥാനമാക്കിയും വിദ്യാർത്ഥികൾ അവരുടെ ആശയങ്ങളും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും മന്ത്രിയുമായി പങ്കിട്ടു. തുടർന്ന് എന്റെ സ്വന്തം തൃത്താല എന്ന വിഷയത്തെ അടിസ്ഥാനമാക്കി വിദ്യാർത്ഥികൾ തയ്യാറാക്കിയ ഷോർട്ട് ഫിലിമുകളിൽ നിന്നും 1ാം സ്ഥാനം ലഭിച്ച വീഡിയോയുടെ പ്രദർശനവും നടത്തി. തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് VP റജീന അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ നാഗലശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് VV ബാലചന്ദ്രൻ, പാർലമെന്ററി കാര്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടർ ജനറൽ ഡോക്ടർ UC ബീവീഷ്, എൻലൈറ്റ് കോർഡിനേറ്റർ ഡോക്ടർ K രാമചന്ദ്രൻ, ത്രിതല പഞ്ചായത്ത് അംഗങ്ങൾ, പ്രധാനാധ്യാപകർ, അധ്യാപക കോർഡിനേറ്റർമാർ, ജില്ലയിലെ ഉയർന്ന ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു. CCTV ന്യൂസ് തൃത്താല. ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് തീരദേശ ബോർഡിന് ഫണ്ട് കിട്ടുന്നത്. കാരണം ഇതുവരെ തീരദേശം എന്ന് പറഞ്ഞാൽ കണക്കാക്കിയിരുന്നത് കടൽ തീരാണ്. നമുക്ക് കടലുണ്ടോ? ഇല്ല. അപ്പം നമ്മൾ ആരും ഇതുവരെ തീരദേശ ഫണ്ടിന് വേണ്ടി ശ്രമിച്ചിട്ടില്ല, റോഡിനുള്ള ഫണ്ടിന് ശ്രമിച്ചിട്ടേ ഇല്ല. കാരണം നമുക്ക് കടലില്ലല്ലോ. തീരദേശ ഫണ്ട് മുഴുവൻ പോയിരുന്നവിടേക്കാം തീരമേഖലയിലേക്കാണ്. ഞാൻ മന്ത്രിയോട് ചോദിച്ചു, ഭാരതപ്പുഴയുടെ തീരത്താണ് തലമന്ദിരം, അത് തീരല്ല, പുഴയുടെ തീരം എന്ന് പറഞ്ഞാലും തീരമാണ്. അപ്പോൾ ബഹുമാനപ്പെട്ട മന്ത്രി അത് സംബന്ധിച്ചു. അങ്ങനെയാണ് ചരിത്രത്തിൽ ആദ്യമായി നമുക്കിപ്പോൾ 4 തീരദേശ റോഡിനുള്ള ഫണ്ട് കിട്ടിക്കഴിഞ്ഞു. ഗതാഗത സൗകര്യം കാര്യക്ഷമമാക്കണം. 4000-ൽ പരം വിദ്യാർത്ഥികൾ പഠിക്കുന്ന അർജുൻ ഗ്രാമപഞ്ചായത്തിൽ ഏറ്റവും വലിയ വിദ്യാലയമാണ് ഞങ്ങളുടേത്. ഗവൺമെന്റ് സ്കൂളാണ്, എയ്ഡഡാണ്. 4000-ൽ പരം വിദ്യാർത്ഥികൾ പഠിക്കുന്നുണ്ട്. പല ഭാഗത്തുള്ള കുട്ടികൾ വിദ്യാർത്ഥികളുണ്ട്. അതുകൊണ്ട് തന്നെ പട്ടാമ്പിയിൽ നിന്ന് വളാഞ്ചേരിയിലേക്കും വളാഞ്ചേരിയിൽ നിന്ന് പട്ടാമ്പിയിലേക്കും ആവശ്യമായ KSRTC ബസ് സർവീസ് നടപ്പിലാക്കണം. അതുപോലെ സുഷിരപ്പടി റെയിൽവേ മേൽപ്പാലത്തിന്റെ പണി യുദ്ധകാലാടിസ്ഥാനത്തിൽ പൂർത്തിയാക്കണം. കൂടാതെ ഈ ചെറിയ പോക്കറ്റ് റോഡുകളൊക്കെ ഉണ്ട്. ആ റോഡുകളിലൊക്കെ ഈ പൈപ്പ് ലൈനിന്റെയും അതുപോലെ റോഡ് പണി പദ്ധതിയുടെ ഭാഗമായിട്ട് റോഡുകളൊക്കെ നാശമായി കിടക്കുന്നുണ്ട്. അത് നടന്നു പോകുന്ന വിദ്യാർത്ഥികൾക്ക് വളരെ പ്രശ്നം സൃഷ്ടിക്കുന്നുണ്ട്. അത് പെട്ടെന്ന് ശരിയാക്കണം. രണ്ടാമത്തെ ആവശ്യം SRT. തൃത്താല ഹൈസ്കൂൾ കെട്ടിടത്തിൽ ദുരൂഹ സാഹചര്യത്തിൽ തീപിടുത്തം. കെട്ടിടത്തിനരികെ അജ്ഞാതരായ 3 പേരുടെ സാന്നിധ്യം കണ്ടെത്തി. അന്വേഷണം ആവശ്യപ്പെട്ട് തൃത്താല പോലീസിൽ പരാതി നൽകി സ്കൂൾ അധികൃതർ. +2 10ാം ക്ലാസ് പരീക്ഷ നടക്കാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ
തൃത്താല ഡോക്ടർ കെ ബി മേനോൻ മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ കെട്ടിടത്തിൽ തീപിടുത്തം. ശനിയാഴ്ച ഉച്ചയ്ക്ക് 2 മണിയോടെ സ്കൂൾ ഓഫീസിന് പിറകുവശത്തെ ബസ് ഷെഡിന്റെ മുകളിലാണ് തീ പടർന്നു പിടിച്ചത്. ഉടൻ തന്നെ സ്കൂൾ എച്ച്.എം. രാജേഷ് രാമചന്ദ്രൻ, ഓഫീസ് അറ്റൻഡർ അബ്ദുൾ കബീർ, പരിസരവാസികൾ എന്നിവർ ചേർന്ന് വെള്ളമൊഴിച്ച് തീ കൂടുതൽ ഭാഗങ്ങളിലേക്ക് പടരാതെ തടയാൻ ശ്രമിച്ചു. ഉടൻ തന്നെ പട്ടാമ്പിയിൽ നിന്നും 2 ഫയർ യൂണിറ്റുകൾ സ്ഥലത്തെത്തി തീ പൂർണ്ണമായി അണച്ചു. തീയണയ്ക്കുന്നതിനിടെ മേൽക്കൂരയിൽ പാതി കത്തിക്കൊണ്ടിരുന്ന വിറക് കഷ്ണം കണ്ടെത്തിയതോടെയാണ് സംഭവത്തിൽ ദുരൂഹത വെളിവാവുന്നത്. താഴെ സമീപത്തായി കരിയിലകൾ കൂട്ടിയിട്ട് കത്തിച്ചതായും കണ്ടെത്തിയിട്ടുണ്ട്. കൂടാതെ ഈ കെട്ടിടത്തിനരികിൽ അജ്ഞാതരായ മൂവർ സംഘത്തെ സമീപത്തെ ആടുമേയ്ക്കുകയായിരുന്ന വയോധികൻ കാണുകയും ചെയ്തിട്ടുണ്ട്. ഈ വർഷത്തെ 10ാം ക്ലാസ് +2 പരീക്ഷകൾ നടക്കാൻ ദിവസങ്ങൾ മാത്രം ശേഷിക്കെ ഉത്തരപേപ്പറുകളും ഹയർ സെക്കൻഡറി ചോദ്യപേപ്പറുകളും സൂക്ഷിക്കാറുള്ള മുറിയുടെ തൊട്ടടുത്തായുള്ള തീപിടുത്തത്തെ സ്കൂൾ അധികൃതർ അതീവ ഗൗരവകരമായാണ് കാണുന്നത്. സംഭവത്തിൽ സ്കൂൾ അധികൃതർ അന്വേഷണം ആവശ്യപ്പെട്ട് തൃത്താല പോലീസിൽ പരാതി നൽകി. പ്രസിദ്ധമായ 111ാമത് പട്ടാമ്പി നേർച്ച വർണ്ണാഭമായി രാവിലെ കൊടിയേറ്റം നടന്നു. ആലൂർ വലിയ പൂക്കുഞ്ഞിക്കോയ തങ്ങളുടെ സ്മരണ പുതുക്കിയാണ് പട്ടാമ്പി നേർച്ച ആഘോഷിക്കുന്നത്. പ്രജാതാൽപരനും സൂഫിവര്യനുമായിരുന്ന ആലൂർ വലിയ പൂക്കുഞ്ഞിക്കോയ തങ്ങളുടെ സ്മരണ പുതുക്കിയാണ് പട്ടാമ്പി നേർച്ച ആഘോഷിക്കുന്നത്. 111ാമത് നേർച്ചയാണ് ദേശീയോത്സവമായി കൊണ്ടാടുന്നത്. രാവിലെ മുതൽ തന്നെ ഉപാഘോഷ കമ്മിറ്റിയുടെ ആഘോഷങ്ങൾ തുടങ്ങിയിരുന്നു. 11 മണിയോടെ ഉപാഘോഷ കമ്മിറ്റിയുടെ അകമ്പടിയോടെ നേർച്ച കൊടിയേറ്റം നടന്നു. കേന്ദ്ര നേർച്ചാഘോഷ കമ്മിറ്റി ഭാരവാഹികൾ, ജനപ്രതിനിധികൾ എന്നിവരുടെ സാന്നിധ്യത്തിലായിരുന്നു കൊടിയേറ്റം. നിരവധി കരിവീരന്മാരും കൊടിയേറ്റ ചടങ്ങിന് സാക്ഷ്യം വഹിച്ചു. വൈകുന്നേരം നഗരപ്രദക്ഷിണ ഘോഷയാത്രയാണ്. രാത്രിയോടെ ഘോഷയാത്ര സമാപിക്കും. തുടർന്ന് വിവിധ കലാപരിപാടികളും ഒരുക്കിയിട്ടുണ്ട്. 50ലേറെ ഉപാഘോഷ കമ്മിറ്റികളുടെ നേതൃത്വത്തിലാണ് നേർച്ച ആഘോഷിക്കുന്നത്. 80ലധികം ഗജവീരന്മാർ നേർച്ചാഘോഷത്തിൽ അണിനിരക്കുന്നുണ്ട്. പട്ടാമ്പിയിൽ നടത്തിവന്നിരുന്ന കഫേ കുടുംബശ്രീ ഭക്ഷ്യവിപണന മേള സമാപിച്ചു. സമാപന ചടങ്ങ് മുഹമ്മദ് മുഹസിൻ MLA ഉദ്ഘാടനം ചെയ്തു. ജില്ലാ കുടുംബശ്രീ മിഷന്റെ നേതൃത്വത്തിൽ 5 ദിവസങ്ങളിലായാണ് പട്ടാമ്പിയിൽ കഫേ കുടുംബശ്രീ ഭക്ഷ്യ വിപണന മേള സംഘടിപ്പിച്ചത്. രുചികരമായ ഭക്ഷണ പദാർത്ഥങ്ങൾ ഒരുക്കുന്നതോടൊപ്പം തന്നെ വിവിധ കലാ സാംസ്കാരിക പരിപാടികളും മേളയുടെ ഭാഗമായി നടന്നു. മേളയുടെ സമാപന സമ്മേളനം മുഹമ്മദ് മുഹസിൻ MLA ഉദ്ഘാടനം ചെയ്തു. ഏറ്റവും മികച്ച രീതിയിൽ എനിക്ക് തോന്നുന്നു ഈ അടുത്ത ദിവസങ്ങളിൽ ജില്ലാ തലത്തിൽ നടന്ന പരിപാടികളിൽ ഏറ്റവും ലാഭകരമായി നടന്ന പരിപാടി ഇതായിരിക്കുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നന്നായി നമ്മുടെ പട്ടാമ്പിക്കാരെ ഏറ്റെടുത്തു. വെറുതെ കലാപരിപാടി കണ്ടുപോവുകയല്ല ചെയ്തത്. നന്നായി ഭക്ഷണം കഴിച്ച് സാധനങ്ങൾ വാങ്ങിയാണ് പോയത്. ഇന്നലെ ഒരു ദിവസം മാത്രം 2.5 ലക്ഷത്തോളം ഇവിടെ ചെലവ്, 2.5 ലക്ഷം ആണ് ഇവിടെ വിറ്റുവരവ് ഇന്നലത്തെ ഒരൊറ്റ ദിവസം. അപ്പൊ അത്തരത്തിൽ വലിയ രീതിയിൽ നമ്മുടെ നാട് ഇതിനെ ഏറ്റെടുത്തു എന്നതിൽ വലിയ അഭിമാനമുണ്ട്, സന്തോഷം. നഗരസഭാ ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവരും ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. കറുകപുത്തൂർ ശ്രീ നരസിംഹമൂർത്തി ക്ഷേത്രത്തിലെ ഏകാദശി മഹോത്സവം ആഘോഷിച്ചു. രാവിലെ 5:30 നട തുറന്നതിനു ശേഷം ക്ഷേത്രത്തിൽ വിശേഷാൽ പൂജകൾ നടന്നു. 8:15 ശ്രീലക്ഷ്മി നരസിംഹ മാതൃസമിതിയിലെ അംഗങ്ങളുടെ പഞ്ചാരിമേളം അരങ്ങേറ്റവും 9:30 ഡോക്ടർ ശ്രീദേവി അങ്ങാടിപ്പുറം നേതൃത്വം നൽകിയ പഞ്ചരത്ന കീർത്തനാലാപനവും നടന്നു. ഉച്ചയ്ക്ക് പ്രസാദവൂട്ടുണ്ടായി. ഉച്ചതിരിഞ്ഞ് 3 മുതൽ വിവിധ കമ്മിറ്റികളുടെ പൂരമെഴുന്നള്ളിപ്പ് ക്ഷേത്രത്തിലെത്തിച്ചേർന്നു. 5:30 നട തുറക്കൽ, ദീപാരാധന, ഭഗവതി സേവ, ഏകാദശി വിളക്ക്, നിറമാല, കേളി, കറുകപുത്തൂർ അയ്യപ്പ ഭക്ത സംഘം വക വഴിപാട് എന്നിവ നടന്നു. രാത്രി 9:30 തെക്കേ വാവനൂർ തിരുവരങ്കൻ ഫോക്ക് അക്കാദമി അവതരിപ്പിച്ച നാടൻ പാട്ടുമായി ചാലിശ്ശേരി സഹയാത്ര ചാരിറ്റബിൾ സൊസൈറ്റിയുടെ പുതിയ കെട്ടിടം നാടിന് സമർപ്പിച്ചു. ഞായറാഴ്ച രാവിലെ തദ്ദേശ മന്ത്രി MB രാജേഷ് ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു.
ബഹുമാന്യരെ, രണദിവെ ഉൾപ്പെടെയുള്ള വളരെ പ്രിയപ്പെട്ടവരെ, സഹോദരി സഹോദരന്മാരെ, സഹയാത്രയുടെ ഈ സ്വപ്ന സാക്ഷാത്കാരം, പുതിയ കെട്ടിടത്തിൻ്റെ ഉദ്ഘാടനം വളരെ അഭിമാനത്തോടെയും സന്തോഷത്തോടെയും നിർവഹിച്ചതായി ഞാൻ അറിയിക്കുകയാണ്. ഒരു കൂട്ടം മനുഷ്യർ തുനിഞ്ഞിറങ്ങിയാൽ അസാധ്യമായതൊന്നുമില്ല എന്നാണ് ഇത് തെളിയിക്കുന്നത്. ഞങ്ങൾ ആ കെട്ടിടം മുഴുവൻ പോയി കണ്ടു, നിങ്ങളും കണ്ടു കാണും. അതിനകത്തൊരുക്കിയിരിക്കുന്ന സൗകര്യങ്ങൾ, ആ സൗകര്യങ്ങളെല്ലാം അനേകം കൈകൾ ഒരുമിച്ച് ചേർന്നപ്പോൾ സാധ്യമായതാണ്. നിങ്ങൾ നിശ്ചയിച്ചുറപ്പിച്ചാൽ അതിന് വഴി കണ്ടെത്താൻ പ്രയാസമില്ല എന്നാണത് കാണിക്കുന്നത്. പൗലോ കൊയ്ലോയുടെ ഒരു വാചകമുണ്ട്. KPCC നിർവാഹക സമിതി അംഗം CV ബാലചന്ദ്രൻ ഫിസിയോതെറാപ്പി യൂണിറ്റിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ചടങ്ങിൽ ഹോം കെയർ ആവശ്യത്തിന് സൗജന്യമായി സംഭാവനയായി ലഭിച്ച വാഹനം CPIM ഏരിയ സെക്രട്ടറി TP മുഹമ്മദ് സഹയാത്രയ്ക്ക് കൈമാറി. തുടർന്ന് സഹയാത്രാ സെക്രട്ടറി വാസുണ്ണി പട്ടാഴിയെക്കുറിച്ച് ഡോക്ടർ K ജയരാജ് ചാലുശ്ശേരി തയ്യാറാക്കിയ ഞാൻ അങ്ങോട്ട് വരാമെന്ന പുസ്തകം സൊലേസ് ഫൗണ്ടർ ഷീബ അമീറിന് നൽകി മന്ത്രി MP രാജേഷ് പ്രകാശനം ചെയ്തു. സാമൂഹിക പ്രവർത്തകൻ ഡോക്ടർ സന്തോഷ് ഗീവർ മുഖ്യാതിഥിയായി പങ്കെടുത്തു. തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PR കുഞ്ഞുണ്ണി, ചാലുശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് വിജീഷ് കുട്ടൻ, പഞ്ചായത്ത് അംഗം ഫാത്തിമത്ത് സിൽജ, SK തങ്ങൾ, ദിനേശൻ എറവക്കാട്, അജയൻ ചാലുശ്ശേരി എന്നിവർ സംസാരിച്ചു. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് വൈകിട്ട് 3 നടന്ന പുസ്തക ചർച്ച കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാര ജേതാവ് ഡോക്ടർ ശ്യാം കൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. രാജീവ് പള്ളുരുത്തി, ഷാജി തലോറ, മുസ്തഫ തോരപ്പ, K രവീന്ദ്രൻ എന്നിവർ സംസാരിച്ചു. തുടർന്ന് വാദ്യസദസ്സിൽ കലാമണ്ഡലം ചന്ദ്രന്റെ പഞ്ചവാദ്യവും മനോജ് കല്ലടത്തൂരിന്റെ തായമ്പകയും അരങ്ങേറി. തുടർന്ന് നടക്കുന്ന നൃത്തസന്ധ്യയിൽ കോഴിക്കോട് ഡാൻസ് കമ്പനിയുടെ സൂഫി നൃത്തവും എടപ്പാൾ വിശ്വനാഥ് നയിക്കുന്ന സംഗീത നിശയുമുണ്ടായി. 9000 ചതുരശ്ര അടി വിസ്തൃതിയിൽ 3 നിലകളിലായാണ് ചാലുശ്ശേരി കൂറ്റനാട് റോഡിൽ വട്ടത്താണിയിലാണ് പുതിയ കെട്ടിടം പ്രവർത്തനം ആരംഭിച്ചത്. ആധുനിക ഉപകരണങ്ങളോട് കൂടിയ ഫിസിയോതെറാപ്പി യൂണിറ്റ്, സ്പീച്ച് തെറാപ്പി സെന്റർ, ട്രെയിനിംഗ് സെന്റർ, ഡേ കെയർ ഹാൾ, പ്രൊഡക്ഷൻ യൂണിറ്റ് എന്നിവയാണ് പുതിയ കെട്ടിടത്തിൽ സജ്ജീകരിച്ചിരിക്കുന്നത്. തുടക്കത്തിൽ 15 പേർക്കുള്ള സൗജന്യ കിടത്തി ചികിത്സയും 10 OPയുമാണ് ഒരുക്കിയിട്ടുള്ളത്. രണ്ടാം ഘട്ട നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കുന്നതോടെ 30 പേർക്ക് കിടത്തി ചികിത്സ സാധ്യമാകും. സഹയാത്രാ പ്രസിഡന്റ് VV ബാലകൃഷ്ണൻ, കെട്ടിട നിർമ്മാണ സംഘാടക സമിതി ചെയർമാൻ ഹുസൈൻ പുളിയഞ്ഞാലിൽ, കോർഡിനേറ്റർ TA രണദിവെ, C പ്രേമരാജൻ, O ഗോവിന്ദൻകുട്ടി എന്നിവർ നേതൃത്വം നൽകി. CCTV ന്യൂസ് തൃത്താല. കൂറ്റനാട് കുമ്പിടി വായനശാല നടത്തിയ MT സ്മൃതി അനുസ്മരണ സമ്മേളനം മന്ത്രി MP രാജേഷ് ഉദ്ഘാടനം ചെയ്തു. P മമ്മിക്കുട്ടി MLA അധ്യക്ഷനായി. KK ശൈലജ MLA, എഴുത്തുകാരനായ VR സുധീഷ്, ബിജു നായരങ്ങാടി, ദീപ നിശാന്ത്, സംസ്ഥാന ലൈബ്രറി കൗൺസിൽ അംഗം NK പ്രദീപ്, ലൈബ്രറി കൗൺസിൽ നിർവാഹക സമിതി അംഗം VK ചന്ദ്രൻ, ആനക്കര പഞ്ചായത്ത് പ്രസിഡന്റ് K മുഹമ്മദ്, ഡോക്ടർ സുനിൽ തുടങ്ങിയവർ സംസാരിച്ചു. ഈ നാടിന്റെ കഥാകാരൻ കൂടിയാണ്. MTയുടെ കഥാപാത്രങ്ങളെല്ലാം ഇവിടെ നിന്ന് സൃഷ്ടിച്ചെടുത്തതാണ്. MTയുടെ കഥാലോകം ഇവിടെ നിന്ന് സൃഷ്ടിച്ചെടുത്തിട്ടുള്ളതാണ്. കഥാപാത്രങ്ങളിൽ മിക്കവരും യഥാർത്ഥത്തിലുള്ള ജീവിച്ചിരിക്കുന്ന മനുഷ്യരുമാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും പരിചിതരായിട്ട് അനേകം പേരുണ്ട്. ഇപ്പോൾ കൂടല്ലൂരിൽ നമ്മൾ MT അനുസ്മരണം നടത്തിയപ്പോൾ MTയുടെ കഥാപാത്രം തന്നെ അവിടെ ഉണ്ടായിരുന്നു പരിപാടി. അപ്പോ കൂടല്ലൂരിനെ മുൻനിർത്തി കുമ്പിടിയെയും കുമരനെല്ലൂരിനെയും ഒക്കെ മനസ്സിൽ കണ്ട് ഉൾക്കൊണ്ട് എഴുതിയാണ് MT മലയാളികളുടെ പ്രിയപ്പെട്ട എഴുത്തുകാരനായി മാറിയത്. അതുകൊണ്ട് കൂടല്ലൂരിനെ പ്രശസ്തമാക്കിയതും MT ആണ്, MTയുടെ നാട് എന്ന നിലയിലാണ്. അതുകൊണ്ട് MTക്ക് നാം കൊടുക്കുന്ന ഈ ആദരാഞ്ജലി ഒരർത്ഥത്തിൽ അദ്ദേഹത്തോടുള്ള ഒരു നന്ദി പ്രകടനം കൂടിയാണ്. പള്ളിപ്പുറം CELP സ്കൂളിൽ പൂർവ്വ വിദ്യാർത്ഥി സംഗമം നടന്നു. സ്കൂളിന്റെ 100ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായാണ് സംഗമം ഒരുക്കിയത്. ഒരു നൂറ്റാണ്ടിന്റെ ഓർമ്മകളുമായാണ് പരുതൂർ CELP സ്കൂളിൽ പൂർവ്വ വിദ്യാർത്ഥി സംഗമം ഒരുക്കിയത്. സ്കൂളിന്റെ 100ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി കൂടിയായിരുന്നു പൂർവ്വ വിദ്യാർത്ഥി സംഗമം. ഒരു വർഷം നീണ്ടു നിൽക്കുന്ന വൈവിധ്യങ്ങളായ പരിപാടികളോടെയാണ് സ്കൂളിന്റെ 100ാം വാർഷികം നടത്തി വരുന്നത്.
പൂർവ്വ വിദ്യാർത്ഥി സംഗമം കവിയും അധ്യാപകനുമായ പി രാമൻ ഉദ്ഘാടനം ചെയ്തു. വീണ്ടും ഒന്നുകൂടി പുഷ്പിക്കാൻ വേണ്ടിയാണ് എന്തായാലും ശരി അതിനുള്ള ഒരു സന്ദർഭത്തിൽ, അങ്ങനെയുള്ളൊരു സന്ദർഭത്തിൽ അതിന് സാക്ഷ്യം വഹിക്കാൻ ഒരവസരം കിട്ടിയത് ഭാഗ്യം ആയിട്ട് ഞാൻ വിചാരിക്കുന്നു. പ്രത്യേകിച്ചും എൻ്റെ ഗുരുനാഥന്മാര് പഠിച്ച വിദ്യാലയമാണ് ഇത്. എന്നെ പഠിപ്പിച്ച രാമൻകുട്ടി മാഷ് ഇവിടെ ഇരിക്കുന്നുണ്ട്. മലയാളത്തിലെ, കേരളത്തിലെ ഇന്ന് ജീവിച്ചിരിക്കുന്ന സംസ്കൃത പണ്ഡിതന്മാരിൽ മുമ്പൻ എന്ന് വിശേഷിപ്പിക്കാവുന്ന കേരള സാഹിത്യ അക്കാദമിയുടെ ഉൾപ്പെടെ അവാർഡുകൾ കിട്ടിയിട്ടുള്ള യജുർവേദ പഠനത്തിന്, മാഷിന് സാഹിത്യ അക്കാദമിയുടെ അവാർഡ് കിട്ടിയിട്ടുള്ള യജുർവേദ പഠനത്തിന് വേദപണ്ഡിതനും സംസ്കൃത കാവ്യ പണ്ഡിതനും ഒക്കെ ആയ രാമൻകുട്ടി മാഷ് ഇവിടെ ഇരിക്കുന്നുണ്ട്. അതേപോലെ ഗംഗാധര മാഷ് പഠിച്ച വിദ്യാലയമാണ്. സ്വാഗത സംഘം ചെയർമാനും ഗ്രാമപഞ്ചായത്ത് അംഗവുമായ പി സുധീർ ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു. മുതിർന്ന പൂർവ്വ വിദ്യാർത്ഥികളെയും അധ്യാപകരെയും ചടങ്ങിൽ ആദരിച്ചു. പൂർവ്വ അധ്യാപകരായ പി ടി ചന്ദ്രമതി, പ്രഭാവതി, അഹമ്മദ് കുട്ടി, പി പുഷ്പലത, രാധ, പ്രേമലത, രാജഗോപാലൻ, ശോഭനകുമാരി, ലക്ഷ്മി ദേവി, ജലജ എന്നിവരെയാണ് ആദരിച്ചത്. രാമൻകുട്ടി, ഭാസ്കരൻ, പി രമണി, സ്കൂൾ പ്രധാനാധ്യാപിക MR അജിത, PTA പ്രസിഡന്റ് പി ശ്രീജേഷ്, MPTA പ്രസിഡന്റ് RV സൗമ്യ, ബഷീർ, മുജീബ് തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു. പൂർവ്വ അധ്യാപകരും പൂർവ്വ വിദ്യാർത്ഥികളും തങ്ങളുടെ ഓർമ്മകളും സംഗമത്തിൽ പങ്കുവച്ചു. വിഭവസമൃദ്ധമായ സദ്യയും ഒരുക്കിയിരുന്നു. മക്കയിലുണ്ടായ വാഹനാപകടത്തിൽ പള്ളിപ്പുറം സ്വദേശി മരിച്ചു. പള്ളിപ്പുറം നാടപറമ്പ് സ്വദേശി ഷാഹുൽ ഹമീദാണ് മരിച്ചത്. 46 വയസ്സായിരുന്നു. മക്കയിലെ ഷൗക്കിയയിലെ കടയിലായിരുന്നു ജോലി ചെയ്തിരുന്നത്. ജോലി കഴിഞ്ഞ് റൂമിലേക്ക് പോകുമ്പോൾ റോഡ് മുറിച്ചു കടക്കവേ കാർ ഇടിക്കുകയായിരുന്നു. സംഭവ സ്ഥലത്ത് വെച്ചു തന്നെ മരണം സംഭവിച്ചു. നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം മക്കയിൽ ഖബറടക്കം നടത്തും. വഹീദ ഭാര്യയും അബ്ദുൾ ബാസിദ്, ഫെമിദ, ഫർസാന, മിസ്ബാഹ് എന്നിവർ മക്കളുമാണ്. ഇതോടെ നിളയോര വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.